നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1490 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഹോമിയോപ്പതിക് വകുപ്പ്, കേരള. 42 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ, രോഗനിർണയത്തിൽ അഗ്രഗണ്യനാണ്. ഇതിനോടകം വളരെ വിശദമായി പല നല്ല വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ ഡോക്ടർ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഇന്ന് രോഗാവസ്ഥ എന്ന വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജെയിംസ് പോൾ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിനെ ആരംഭിക്കാം. സാർ വന്നിട്ടില്ലല്ലോ മനോജ് ഡോക്ടറെ? ഇപ്പൊ നല്ല ക്ലിയറാ. ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം രോഗാവസ്ഥ എന്നാണ് പബ്ലിഷ് ചെയ്തിരുന്നു എങ്കിലും എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇന്റേണൽ ഡിസോർഡർ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത പല വിഷയങ്ങളും അതിന്റെ ഒരു റീക്യാപിറ്റുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പല കാര്യങ്ങളും പുതിയതായിട്ട് വരുന്നുണ്ട്, പല പോയിന്റ്സും. നമുക്ക് ക്ലാസ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ ഒരു പേഷ്യന്റ് കാണുമ്പോൾ ഫേസ് ആണ് നോക്കുന്നത്. അപ്പോ എല്ലാ ഹോമിയോപ്പതിക്കാരും ഒരു ബോഡി ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഫേസ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണ്. ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അയാളുടെ ഇരിപ്പ്, സംസാര രീതി, ആ എക്സ്പ്രഷൻസ്, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ മുഖഭാവത്തിൽ നിന്നും അയാളുടെ മോഡ്, വിചാരങ്ങൾ ഏകദേശമൊക്കെ നമുക്ക് ഇളന്നെടുക്കാം. ഏതായാലും ബോഡി ലാംഗ്വേജ് നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ വി ക്യാൻ റീഡ് എ പേഴ്സൺ ആസ് എ ബുക്ക്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് ഈ ബോഡി ലാംഗ്വേജ് അഭ്യസിച്ചിരിക്കുക. എനിക്ക് കുറെയെല്ലാം ഞാൻ ശ്രമിച്ചത് കൊണ്ട് അതിനുള്ള പ്രയോജനം കിട്ടിയിട്ടുണ്ട്, ബോഡി ലാംഗ്വേജ് പഠിച്ചത് കൊണ്ട്. ഞാൻ ഒരു അനുഭവം പറയാം. 84 കണ്ണൂർ വെച്ച് ഒരു റോട്ടറി ക്ലബ്ബ് നടത്തിയ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, മെഡിക്കൽ ക്യാമ്പ്. അതിലെ കുറെ പ്രഗത്ഭന്മാരും പങ്കെടുത്തിരുന്നു. ഞാൻ മെഡിക്കൽ ഓഫീസർ എന്നായതുകൊണ്ട് എനിക്കും ക്ഷണം കിട്ടി, ഞാനും പോയി പങ്കെടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അവലോകനം നടന്നു. അപ്പം ഒരു ഡോക്ടർ പറഞ്ഞ്, എനിക്കൊരു പ്രത്യേക തരത്തിലൊരു പേഷ്യന്റ് എന്നെ സമീപിച്ചിരുന്നു. ഞാൻ അയാൾക്ക് വേണ്ടി അരമണിക്കൂർ കഴിഞ്ഞു. ബാക്കിയുള്ളവർക്കെല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ് ആണ് ഇതിന്. ഇയാൾക്ക് വേണ്ടി അരമണിക്കൂർ കഴിഞ്ഞെങ്കിലും അയാളൊന്നും വിട്ടുതരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ ക്ലാസ് കൊടുത്തു വിട്ടു. അപ്പൊ മറ്റൊരു ഡോക്ടർ പറഞ്ഞു, അത് ശരിയായി, കാരണം അയാൾ എന്തോ മറയ്ക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു പൂജ കൊടുത്തു വിടേണ്ടതായിരുന്നു. കാരണം ഈസ് ഹൈഡിങ് സംതിങ്. അപ്പൊ അടുത്ത വിസിറ്റിന് അയാൾ എക്സ്പ്രസ് ചെയ്യും. ഒരു ഹൈപ്പർടെൻസി പൂജ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയും. കാരണം അയാളുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. ഞാൻ ബോഡി ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഓർമ്മയിൽ വന്നു, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ ഒരു കിടപ്പ് രോഗിയെ നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിപ്പോക്രാറ്റിക് ഫേസ് എന്നൊക്കെ. അപ്പൊ അവിടെ കോൾഡ് സെറ്റ് ഉണ്ടാവും, റിങ്കിൾഡ് ഫോർഹെഡ്, പിന്നെ കോൾഡ് എക്സ്ട്രിമിറ്റീസ്. ഇവിടെ വളരെ ശക്തമായ ഇടിമിന്നലും മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും തടസ്സം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫേസ് നമ്മൾ കാണുകയാണെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധയോട് വേണം ആ കേസ് എടുക്കാനായി.
കഴിയുന്നതും ഒഴിവാകുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, ഈ ലാസ്റ്റ് മോമെന്റിലാണ് നമ്മളെ വിളിക്കുന്നത്, എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളെ ക്ഷണിക്കുന്നതെങ്കിൽ നമ്മളെ പരമാവധി ചെയ്യുക. അതല്ല എങ്കിൽ അവിടെ നിന്ന് തടി ഊരുക, പിന്നെ ഹയർ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് വിടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കണ്ണുകളാണ് നമ്മൾ നോക്കുന്നത്. കണ്ണ് ശരീരത്തിന്റെ വിളക്കെന്ന് വേണേൽ പറയാം. അപ്പൊ കണ്ണിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ റെഡ് ഐസ് പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സംഭവമാണ്. ചിലർ പറയും അത് ഡസ്റ്റ് വീണതാണ്, അല്ലെ കുറെ കാലമായിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, കാഴ്ചയൊന്നും ബാധിക്കുന്നില്ല, നന്നായിട്ട് കാഴ്ചയുണ്ട്, പക്ഷെ കണ്ണ് ചുമന്നായിരിക്കും. ചിലർ പറയും എന്റെ മകന്റെ കാര്യമാണെങ്കിൽ അച്ഛൻ പറയും അവന്റെ കുറെ കാലമായിട്ട് അവന്റെ കണ്ണ് ഉപ്പന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു, ചുമന്നായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ ചികിത്സയിൽ വരാം, ഈ ചുവന്ന കണ്ണുമായിട്ട്. അപ്പം വെറുതെ ഇങ്ങനെ ഡസ്റ്റ് അലർജി, അതല്ല എങ്കിൽ വെറുതെ ഒരു അലർജി, പൂമ്പൊടിയോ അങ്ങനെ അല്ലെങ്കിൽ ഏറ്റ അലർജി എന്ന് തള്ളിക്കളയാതെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും പാത്തോളജി ഉണ്ടോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. റെഡ് ഐ എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നമ്മൾ കാര്യമായ ഒരു ഡിസ്കഷൻ നടത്തിയതാണ്. അന്ന് ഇതിന്റെ പിന്നിലുള്ള പല പാത്തോളജികളും നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിലും 1-2 പോയിന്റ്സ് ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അലർജി ആണെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള സ്പ്രിംഗ് കറ്റാറാണ്. സ്പ്രിംഗ് കറ്റാർ എന്നുള്ള അലർജിയുടെ രാജാവാണ് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അത് മിക്കവാറും രാത്രിയാണ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേക്കുന്നു, പക്ഷെ ലൈറ്റ് ഇടാൻ പറ്റിയല്ല, ലൈറ്റ് ഭയങ്കര ഇന്റൻസ് ഫോട്ടോപ്പ് ഉപയോഗിക്കും, കണ്ണ് മുഴുവൻ ചുമന്ന് കലങ്ങിയിരിക്കും, കണ്ണുനീരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അതാണ് സ്പ്രിംഗ് കറ്റാർ. രാത്രിയാണ് എന്റെ അഗ്രവേഷൻ, ഏതാണ്ട് ലാക്കേസിന്റെ സിംറ്റം. പിന്നെ വരാവുന്ന കാരറ്റൈറ്റിസ്, അതിനും കണ്ണ് ചുമന്നാണ് ഇരിക്കുന്നത്. ദെൻ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്, അതിന് കണ്ണ് ചുമന്ന് വരാം. അപ്പൊ അതാണോ അല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്നുള്ളത് ഗ്ലോക്കോമ, അത് ചെറിയ ചുമപ്പാണ് ആദ്യം തുടങ്ങുന്നത്, പിന്നെ ഇതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചായിരിക്കും വീണ് വരുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിലൊന്നും ഇതിന്റെ മറ്റ് സിംറ്റംസോ തലവേദനയോ ഒന്നും കാണിക്കുന്നില്ല, കണ്ണിന്റെ ചുവപ്പ് മാത്രമായിരിക്കും കാണിക്കുന്നത്. പിന്നെ അയാളുടെ വിഷൻ എന്തെങ്കിലും വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ ടെലസ്കോപ്പിക് വിഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് സാധാരണ ശ്രദ്ധിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അതിന്റെ വിഷ്വൽ ഫീൽഡ് നമുക്ക് ചോദിച്ചറിയാം. കൂടുതൽ ടെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് നമ്മുടെ ഉപകരണങ്ങളില്ല, എങ്കിലും ആ ടെലസ്കോപ്പിക് വ്യൂ ഉണ്ട്, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള വിഷനാണ് ഈ പേഷ്യന്റ് ഉള്ളതെങ്കിൽ ഗ്ലൂക്കോമ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ചികിത്സ ആ രീതിയിൽ പോകണം. പിന്നെ എന്നുള്ളത് ഉവൈറ്റിസ് ആണ്. ഉവൈറ്റിസ് എന്ന് പറയാൻ ഒരു കോമ്പൗണ്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷൻ ഐറൈസിനും കൊറോയിഡിനും സ്ക്ലീറയ്ക്കും എല്ലാം ബാധിക്കുന്നതാണ് ഉവൈറ്റിസ്. ദെൻ സിസ്റ്റമിക് ഡിസീസ് കൊണ്ടും കണ്ണ് ചുമന്ന് വരാം. അപ്പൊ അതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് ലെപ്റ്റോസ്പൈറോസിസ്, പനി 2, 3, 4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ണിനെ ബാധിക്കും, കണ്ണ് ചുമന്നിരിക്കും. ദെൻ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. പിന്നെ മെറ്റബോളിക് എന്ന് പറഞ്ഞാൽ യൂറേമിയയിലും കണ്ണ് ചുമന്നായിരിക്കണം. അതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ണിന് ചെറിയ ചുമപ്പാവും, കൂടുതൽ മറ്റേ ഫിക്സ് ഒക്കെ വരുന്ന ഘട്ടത്തിൽ കണ്ണ് ഉപ്പന്റെ കണ്ണ് പോലെയാവും. ദെൻ ക്രോൺസ് ഡിസീസ്, അതിനും കണ്ണ് ചുമപ്പുണ്ട്. അപ്പോൾ കണ്ണ് ചുവപ്പ് കണ്ടാൽ നമ്മൾ വെറുതെ ആ ലാഘവത്തോടു കൂടി നോക്കാതെ കുറച്ചുകൂടെ ഡീപ്പിലേക്ക് പോകണമെന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടി ആ സെഷൻ വിടുന്നു. ദെൻ നോസ് നമ്മൾ എക്സാം ചെയ്യുന്നതാണ് എല നെസാലിയ. അപ്പോൾ അതിന്റെ ഫ്ലാപ്പിംഗ് ഉണ്ടെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിലോ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അതനുസരിച്ച് നീങ്ങേണ്ടത്. പിന്നെ നേസൽ പോളിപ്പസ് നോക്കാവുന്നതാണ്. അത് മൂക്കസ് പോളിപ്പ് കൊണ്ട് ശരിക്കുള്ള പോളിപ്പസ് ഉണ്ടാവും. പീനസ് എന്ന് പറയുന്നത് മാംസം വളർച്ച, അത് ഏതാണെന്നുള്ളത് കണ്ട് അതനുസരിച്ച് മരുന്ന് നിർത്താം. മൂക്കസ് പോളിപ്പസ് മിക്കവാറും അലർജിക് മാനിഫെസ്റ്റേഷൻ, മറ്റത് ഗ്രോത്ത്. ദെൻ NSD, നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ,
അതുണ്ടെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം സ്ഥിരമായിട്ട് ആ എങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ ഓപ്പ് ആ സൈഡിലേക്ക് എപ്പോഴും ശ്വാസതടസ്സം ഉണ്ട്. കാരണം മ്യൂക്കസ് മെംബ്രെയിൻസ് ഇങ്ങനെ വീങ്ങി നിൽക്കുന്നു. ദെൻ മൗത്ത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ദന്തനിര അതല്ലെങ്കിൽ നാവ് ഒക്കെയാണ്. ഇപ്പൊ ത്രഷ് ഉണ്ടെങ്കിൽ വെള്ളപ്പൂ, കാൻഡിഡിയസ്, അതങ്ങനെ അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അതൊരു ഫംഗസ് ഇൻഫെസ്റ്റേഷൻ ആണ്. അതനുസരിച്ചുള്ള കൊടുക്കാം. അതുപോലെ തന്നെ തിക്ക് വൈറ്റ് കോട്ടഡ് ടങ്, അത് മെറ്റബോളിക് എറർ ആണ് അല്ലെങ്കിൽ ഫൈബ്രിനസ് ഡിപ്പോസിറ്റ് ആണ്. അപ്പൊ അതനുസരിച്ച് അതിന്റെ ചികിത്സ നീങ്ങേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പിഗ്മെന്റേഷൻസ്. വായിൽ പിഗ്മെന്റേഷൻ വരാം. ചിലർക്ക് ഈ ബ്ലാക്ക് ടങ് ഉണ്ട്, ബ്ലാക്ക് ചീക്ക് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലാക്ക് ആയിട്ട് ഈ മോണം ഗമ്മില് ഇങ്ങനെ ബ്ലാക്ക് ലൈൻസ് അല്ലെ ബ്ലൂ ലൈൻസ് ഒക്കെ ഉണ്ടാകുന്നു. അതും അതിനും ബാക്കിൽ അതിന്റെ പിന്നിൽ വലിയ പാത്തോളജി ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. സാധാരണ കരിനാക്കം നമ്മൾ പറയുന്നത് അതൊരു ഫംഗസ് ആണ്. അത് നമ്മൾ പ്രത്യേകിച്ച് കണക്കിലെടുക്കാറുണ്ട്. പക്ഷെ എല്ലാ ഈ പിഗ്മെന്റേഷനും അല്ലെങ്കിൽ ബ്ലാക്ക് കളേർഡ് ടങ് ഓർ ചീക്ക് ആ രീതിയിൽ തള്ളിക്കളരുന്ന ഉള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന്റെ കാരണം ബക്കൽ ക്യാവിറ്റിയില് ഈ ബ്ലാക്ക് പിഗ്മെന്റേഷൻ ക്യാവിറ്റി ഫുള്ളായിട്ടുണ്ടെങ്കിൽ അത് പോയിസണിങ് ആകാം. ലെഡ് പോയിസണിങ് ഉണ്ടാകാം, ഈ സിൽവറിന്റെ പോയിസണിങ്, ഗോൾഡ് പോയിസണിങ്, ആഴ്സണിക് പോയിസണിങ്ങിനെല്ലാം ഈ ബക്കൽ ക്യാവിറ്റി കംപ്ലീറ്റ് ബ്ലാക്ക് ആയി ബ്ലാക്ക് പിഗ്മെന്റ്സ് ഉണ്ടാകും. സാധാരണ ഇങ്ങനെ കരിനാക്ക് എന്നൊക്കെ പറയുന്നത് റാഷണൽ പിഗ്മെന്റേഷൻ ആണ്. അത് വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷെ ഗോൾഡ് ചീക്ക് അതായത് വോക്കൽ കാവിറ്റി കംപ്ലീറ്റ് ബ്ലാക്ക് കളേർഡ് ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധ ആ വഴിക്ക് തിരിക്കേണ്ടതാണ്. ദെൻ PJ സിൻഡ്രോം, അതായത് പീറ്റ്സ് ജഹർ സിൻഡ്രോം, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ലിപ്സ് ഉൾപ്പെടെ ബക്കൽ കാവിറ്റി ഉൾപ്പെടെ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാകും. വൊമിറ്റിംഗ് ഉണ്ടാകാം, ചിലപ്പോൾ ഇൻറ്റെസ്റ്റൈനൽ പോളിപ്പസും ഉണ്ടാകും. അപ്പോ ഈ സ്റ്റമക് പെയിൻ ഉണ്ടാകാം. ഈ പെയിൻ ഈസ് അമറേറ്റഡ് ബൈ വൊമിറ്റിംഗ് ഓർ ഫ്ലാറ്റസ്. രണ്ട് ലേഖപ്പൊടിയത്തിന്റെ സിംറ്റം വരും. പക്ഷെ കോളിക്ക് സിവിയർ ആയി. അസുഖത്തിന്റെ പേരെന്താ സാർ പറഞ്ഞേ? PJ സിൻഡ്രോം. PJ സിൻഡ്രോം, PEUTZ ഹൈഫൺ JEGHER. Then caries of teeth. അതിന്റെ ഇമ്മീഡിയറ്റ് കോസ് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ സാധാരണഗതിയിൽ ബാക്ടീരിയൽ ആണ് അതിന്റെ വില്ലൻ. അത് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ആസിഡ് ഇതിന്റെ ഇനാമലിനെ ഇറോഡ് ചെയ്യുന്നു. അതാണ് സാധാരണ കാരീസ് ഉണ്ടാകുന്നത്. പക്ഷെ അത് മാത്രമല്ല, ശരിക്കും പല്ല് പരിപാലിക്കുന്നവരിലും ഈ ഇത് കാണുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഇമ്മീഡിയറ്റ് കോസ് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ദെൻ ലൂക്കോപ്ലക്കിയ. ഒരു ചീക്കിലോ രണ്ട് ചീക്കിലോ ഒന്നിച്ചോ കാണാവുന്നതാണ്. ഏതാണ്ട് പ്ലാസ്റ്റിക് ഡിപ്പോസിറ്റ് പോലുള്ള ഡിപ്പോസിഷൻ ആണ് അത് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഫിഷർ വീഴും, അൾസറേഷൻ ആകും. അത് മാലിഗ്നൻസിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഒരു ഫോർ റണ്ണർ ആണ് ലൂക്കോപ്ലക്കിയ. Then blue lines along the gum. Blue lines along the gum. പ്ലംബത്തിന് സിംറ്റം ഉണ്ട്. അതേ സിംറ്റം അതേപോലെ തന്നെ എടുത്തു പറയുന്നുണ്ട്. ബ്ലൂ ലൈൻസ് അത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിന്റെ ഒരു എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ. ഓക്കെ. Then halitosis.
ഒന്നുകൂടെ കേട്ടായിരുന്നോ? ഇല്ല, ഒന്നുകൂടെ ഹലിറ്റോസിസ്. ഒഫൻസീവ് ബ്രത്ത്. അതിന്റെ കാരണം പയോറിയ ആൽവിയലാരിസ്. Then putrefaction of food or cheesy matters at the crypt of tonsils. ഹൈപ്പർട്രോഫിയുടെ ടോൺസിൽസിന്റെ ഒക്കെ ബാക്കിൽ അതിന്റെ മുകൾ വശത്ത് പോയി ഡിപ്പോസിറ്റ് ഉണ്ടാകാനും അത് അവിടെ ഇരുന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് ഈ ഒഫൻസീവ് ബ്രെഡിന് ഒരു കാരണമാണ്. പിന്നെ ലങ് ഡിസീസ് ഒരു കാരണമാണ്. പല വിധത്തിലുള്ള ഡിസീസ്, അതായത് ലങ് ആബ്സിസ്, ക്രോണിക് ട്യൂബർകുലോസിസ്, ക്രോണിക് ബ്രോങ്കിറ്റേസിസ്, then lung gangrene, ആസ്പെർഗില്ലോസിസ്. അതൊരു ഫംഗൽ ഡിസീസ് ആണ്, ആസ്പെർഗില്ലോസിസ്. then ഒബ്സഷണൽ ന്യൂറോസിസ്. ഇത്രയും കാരണം കൊണ്ട് ഉണ്ടാകാവുന്നതാണ്. സലൈവറി ഗ്ലാൻഡ് പാൽപ്പേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ സ്വെല്ലിംഗ് ഉണ്ടോ, പെയിൻ ഉണ്ടോ, ഇത് സ്റ്റോൺ ഉണ്ടാകും, കാൽക്കുലി ഉണ്ടാകും, സലൈവറി സ്റ്റോൺ ഉണ്ടോ, ഇതെല്ലാം പരിശോധിച്ച് നോക്കേണ്ടതാണ്. Then salivation. ഒരു കാരണം റിഫ്ലക്സ് കൊണ്ടുണ്ടാകാം, റിഫ്ലക്സ്. അതേപോലെ തന്നെ ട്രൈജമിനൽ ന്യൂറാൾജിയ ഉള്ളവർക്കും ഇതേപോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. Then stomatitis, especially aphthous stomatitis. Then epithelioma. ബെയിലിയുടെ ഒരു ബുക്കുണ്ട്, ബെയിലിയൻ ലോ സർജറി ബുക്കുണ്ട്. അത് കൂടാതെ ബെയിലി ഒറ്റയ്ക്ക് എഴുതിയ ഒരു ബുക്കുണ്ട്, പ്രാക്ടിക്കൽ സർജറി എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഒരു പോർഷൻ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ENT ഡിപ്പാർട്ട്മെന്റിന്റെ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പേഷ്യനെ കണ്ടു. ആ പേഷ്യന്റ് കാതിലിങ്ങനെ പഞ്ഞ് തിരികി വന്ന് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. കാത് ഏത് നിമിഷവും പൊട്ടി ഒലിക്കാം, കാരണം നല്ല വേദനയുണ്ട്, ഏത് നിമിഷവും പൊട്ടി ഒലിക്കാം എന്നുള്ള രീതിയിൽ പഞ്ഞി തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പിറ്റൂൺ കയ്യിലുണ്ട്, വായിന്ന് ഇങ്ങനെ സലൈവ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഈ പേഷ്യന്റ് വരൂ എന്ന് പറയും കൊണ്ടുപോയത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്. അവിടെ ഡയഗ്നോസ് ചെയ്ത് അതൊരു എപ്പിത്തീലിയം ഓഫ് ടങ്. അപ്പൊ പെയിൻ വന്നത് റേഡിയേറ്റിംഗ് പെയിൻ ടു ദി ഇയർ, അതായിരുന്നു അയാള് ചെവി വേദന അനുഭവപ്പെടാനുള്ള കാരണം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്കിൽ പറയാം. Then achalasia of cardia. Achalasia of cardia. Salivation ഒരു കാരണമാണ്. വിശദീകരണം വേണോ? വേണം സാറേ. Stricture of cardiac end of the esophagus. Then ulceration in the esophagus. Rodent ulcer ആകാം, malignant ulcer. പിന്നെ വാട്ടർ ബ്രാഷ്, ഇതേപോലെ തന്നെ സലിവ പോലെ തന്നെ, പക്ഷെ തിക്നെസ് കുറവാണെങ്കിലും വെള്ളം ഇങ്ങനെ വായു ഊറിക്കൊണ്ടിരിക്കും. അത് വാട്ടർ ബ്രാഷ് ആണ്. അപ്പൊ അതിന്റെ കാരണം ഡ്യൂഡനൽ അൾസർ. സലൈവേഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പിന്നെ ചിലർക്ക് ദുർലഭമായിട്ട് ഡ്യൂറിങ് മെൻസസ് പീരീഡിലും ഏർലി മന്ത്സ് ഓഫ് പ്രഗ്നൻസിക്കും ഈ സലൈവേഷൻ ഉണ്ടാകുന്നുണ്ട്. Then paralytic agitants. Then lymph nodes.
പരോട്ടിക് ഗ്ലാൻഡിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്, സലിവേഷൻ എല്ലാം. ലിംഫ് നോട്ട്സ് അതിന്റെ സർവൈക്കൽ പോർഷൻ വരികയാണെങ്കിൽ സാധാരണ നീരിറക്കം കൊണ്ടുണ്ടാകാം. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ പ്രൈമറി കോംപ്ലക്സിന്റെ ഒരു എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണ് enlargement of engorgement of lymph nodes at the cervical region. Then roof of the neck, palpate ചെയ്യുമ്പോൾ roof of the neckലും ക്ലാവിക്കിൾസും ഒക്കെ കാണുകയാണെങ്കിൽ acute lymphadenitis, Hodgkin disease, leukemia, ഈ കാരണങ്ങൾ കൊണ്ടും റൂട്ടില് നെക്കിന്റെ റൂട്ടില് ലിംഫഡനൈറ്റിസ് നമുക്ക് കാണാം, പാൽപ്പേറ്റ് ചെയ്യാം. ദെൻ ആക്സിലയില് ലിംഫ് നോഡ്സ് ഡെവലപ്പ് ചെയ്യണേ, അതും നീറിറക്കത്തിന്റെ ഭാഗമായിട്ട് വരാം. അതല്ലെങ്കിൽ റീജിയണൽ അഡിനൈറ്റിസ് ആകാം. അതല്ല എങ്കിൽ ബ്രോങ്കോജനിക് കാർസിനോമാകാം, ക്യാൻസർ ലങ് ആകാം. സംശയം ഉണ്ടോ? ബ്രോങ്കോജനിക് ക്യാൻസർ എന്നും പറഞ്ഞു, ലങ് ക്യാൻസർ എന്നും പറഞ്ഞു. സംശയം ഉണ്ടോ? ഉണ്ട് സാറേ. അത് ക്യാൻസർ അല്ലെങ്കിൽ മാലിഗ്നൻസി എന്ന് പറയുന്നത് നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് തിരിക്കാം. അതിലൊന്നാണ് കാസിനോമ. കാസിനോമ മീൻസ് മാലിഗ്നൻസി ഓഫ് എപ്പിത്തീലിയം. സാർക്കോമ ക്യാൻസർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, പിന്നെ ബ്രസ്റ്റ് ഡിസീസ് ആയിട്ട് ബന്ധപ്പെട്ടും ആക്സലയില് അഡിനൈറ്റിസ് വരാം. CA ബ്രസ്റ്റ്, പിന്നെ മാസ്റ്റൈറ്റിസ്, ആ രീതിയിലൊക്കെ ലിംഫ് നോഡ്സ് ആക്സലയിൽ നമുക്ക് പാൽപ്പേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. Then chest pain. Cardiac cause, angina pectoris, എല്ലാവർക്കും അറിയാവുന്നതാണ്. Then myocardial infarction. മയോകാർഡിയൽ ഇൻഫാക്ഷൻ അത് നമുക്കറിയാം, ഇന്റൻസ് പെയിൻ ആയിരിക്കും, അൺബെറബിൾ ആയിരിക്കും, സ്വെറ്റ് ഉണ്ടാവും, റേഡിയേഷൻ ഉണ്ടാവും, നെക്കിലേക്കോ ഷോൾഡറിലേക്കോ ഒക്കെ റേഡിയേറ്റ് ചെയ്ത്. Then pericardial pain. അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യും? അപ്പൊ പെയിൻ പെരിക്കാർഡിയത്തിൽ തന്നെയായിരിക്കും. പെരിക്കാർഡിയൽ പെയിൻ ആണെങ്കിൽ ഈ പേഷ്യന്റ് ഇരുന്ന് മുമ്പോട്ട് ലീൻ ചെയ്യുകയാണെങ്കിൽ പെയിൻ അമിലറേഷൻ ഉണ്ടാവും. Then mitral valve prolapse. mitral valve prolapse-ന് പെയിൻ ഇന്റൻസ് ആയിരിക്കും, ഷാർപ്പ് ആയിരിക്കും, റേഡിയേഷൻ ഉണ്ടാവില്ല. Then non-cardiac cause. Pleural pain, pleuritis, pleural effusion, ആ രീതിയിൽ വരുന്ന പെയിൻ. Then tracheobronchitis, mediastinitis, esophagitis, GERD. Pulmonary hypertension, pulmonary edema, costochondritis, spine and rib, any disease on spine and rib which radiate to the chest, whole chest. Then emotional cause. Gas at the fundus of the stomach.
അത് മിക്കവാറും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. പെട്ടെന്ന് നെഞ്ചുവേദന വന്നു, രാത്രി അടുത്ത ആശുപത്രിയിൽ പോയി, അവരോടനെ ഐസിയിലേക്ക് കയറ്റി. പിറ്റേ ദിവസം പറഞ്ഞാൽ ഗ്യാസ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് പെയിനുണ്ട്, പെയിൻ അയാൾക്ക് തോന്നുന്നുണ്ട്. അതിന്റെ കാരണം ഈ ഗ്യാസ് അതിന്റെ പ്രഷർ ഡയഫ്രത്തെ വരുന്നു. ഇപ്പൊ പെരിക്കാർഡിയം അതിന്റെ ഇനർവേഷൻ ഫ്രെനിക് നെർവാണ്. ഇപ്പൊ ഈ ഇറിറ്റേഷൻ, ഡയഫ്രത്തിൽ വരുന്ന ഇറിറ്റേഷൻ അത് പെരിക്കാർഡിയത്തിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പെരിക്കാർഡിയൽ പെയിനായി മാറുന്നു. അപ്പൊ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രിക്കോർഡിയൽ പെയിൻ ആണ് അനുഭവപ്പെടുന്നത്, ഇന്റൻസ് പെയിൻ. അതാണ് കാര്യം. Then abdominal pain. അത് റേഡിയേറ്റ് ചെയ്ത് വരുന്ന അബ്ഡോമിനൽ പെയിൻ ആണ്. അങ്ങനെയും വരാം. അതിലൊന്ന് പ്ലൂറൈറ്റിസ്. Abdominal pain and vomiting occur in pleuritis. Then myocardial infarction, MI, cause abdominal pain. അത് വളരെ റയറാണ്. മയോകാർഡിയൽ ഇൻഫാക്ഷന് അബ്ഡോമിനൽ പെയിൻ വരുന്നത് റയറാണ്. അഥവാ വന്നാൽ അത് ഫറ്റൽ ആകാനാണ് സാധ്യത. അതിന്റെ കാരണം ഈ സുപ്പീരിയർ മെസൻട്രിക് ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും നിന്നു പോകുന്നു. അപ്പൊ അവിടെ ഇൻറ്റെസ്റ്റൈനൽ നെക്രോസിസ് സംഭവിക്കുന്നു. അപ്പൊ അതിന്റെ ക്രാംസും ആണ് ഈ ഇന്റൻസ് പെയിന് കാരണം. അപ്പൊ ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് ഫറ്റലായി തീരാനാണ് സാധ്യത. അപ്പൊ അത് സിമിലർ ടു ദാറ്റ് ഓഫ് ഹെപ്പാറ്റിക് കോളിക്, പോളിസിസ്റ്റൈറ്റിസ്, പോളിലിത്തിയാസിസ്. നമ്മൾ ലിവർ റീജിയൻ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ ടെൻഡർ ആയിരിക്കും. ഈ ലിവർ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസോ പോളിസിസ്റ്റൈറ്റിസോ പോളിലിത്തിയാസിസോ ആണെങ്കിൽ ആ റീജിയൻ ടെൻഡർ ആണ്. അതൊരു ക്രോണിക് അഫക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് റീബൗണ്ട് ടെൻഡർനെസ്. ഓക്കെ. പിന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷനും ഹെപ്പാറ്റിക് കോളിക്കിനും ഷോക്ക് ഉണ്ടാകും. ഷോക്ക് ആൻഡ് കോമ. ഷോക്ക് ഫോളോഡ് ബൈ കോമ. Then acute right ventricular failure. അതിന്റെ പെയിൻ റേഡിയേറ്റ് ചെയ്ത് വരുന്ന റൈറ്റ് ഹൈപ്പോകോൺഡ്രിയത്തിലേക്ക്. അതും സിമിലർ ടു ഹെപ്പാറ്റിക് കോളിക്, പോളിസിസ്റ്റൈറ്റിസ് ആൻഡ് പോളിലിത്തിയാസിസ്. ദെൻ ശരിക്കുള്ള അക്യൂട്ട് അബ്ഡോമൻ, മറ്റെല്ലാം അബ്ഡോമനിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ചെസ്റ്റ് തൊറാസിക് ഏരിയയിൽ നിന്നും റേഡിയേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മൾ ഇത്രയും നേരം പരാമർശിച്ചത്. ഇനി ശരിക്കുമുള്ള അക്യൂട്ട് അബ്ഡോമൻ അതില് നമ്മൾ സാധാരണ നമ്മുടെ കണ്ണിൽപ്പെടാത്തത്, പരിചയപ്പെടാത്തതായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഗതിയിലുള്ളത് പറയേണ്ട കാര്യമില്ല. അക്യൂട്ട് അപ്പൻഡിസൈറ്റിസും അങ്ങനെയുള്ള കാര്യങ്ങൾ, പെരിട്ടോണൈറ്റിസ്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അക്യൂട്ട് അബ്ഡോമൻ, അബ്ഡോമൻ അഞ്ചേന, ഇത് കേൾക്കാത്ത സംഭവിക്കും. അക്യൂട്ട് അബ്ഡോമിനൽ അഞ്ചേന അത് മിക്കവാറും ഒരു 70 വയസ്സിന് മേലുള്ളവർക്കാണ് സംഭവിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ ആർട്ടറി, സുപ്പീരിയർ മെസൻട്രിക് ആർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടാവും, അതിനോമാറ്റസ് ബ്ലോക്ക്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റിഡക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ ഇൻ ദി ഇൻറ്റസ്റ്റൈൻ, അവിടെ നെക്രോട്ടിക് ചേഞ്ചസ് വരുന്നു. അപ്പൊ അതിന്റെ സ്പാസമാണ് പെയിൻ ആയിട്ട് അനുഭവം. ദാറ്റ് ഈസ് അബ്ഡോമൻ അഞ്ചിന.
അഞ്ചന പെക്ടോറിസും എന്താണ് അതുപോലെ തന്നെയാണല്ലോ. ഹാർട്ട് മസിൽസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ റിഡക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ ഫോർ റെഡ്യൂസ്ഡ് പെർഫ്യൂഷൻ ടു ദി ഹാർട്ട് മസിൽസ്, അതാണ് അഞ്ചന കാരണം. സെയിം ആണ് ഇവിടെ. പക്ഷേ ഇൻഡസ്ട്രിയൽ മസ്കുലാർ കോട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ ഇല്ലാതെ വരുമ്പോൾ സിവിയർ സ്പാസും പെയിനും അനുഭവപ്പെടും. Then acute MES adenitis എന്ന് പറഞ്ഞാൽ മെസൻട്രിക് ഗ്ലാൻസിനെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇൻഫ്ലമേഷൻ അക്യൂട്ട്, അതും കോസസ് സിമിലർ സിവിയർ പെയിൻ. Then typhlitis. Inflammation or infection of cecum. ഞാനിവിടെ ഒരു അനുഭവം പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ ഇതുപോലെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അത് എൻ്റെ അടുത്ത് ഒരു 47 വയസ്സുള്ള ഒരു ലേഡി റൈറ്റ് ഇലിയാക് ഏരിയയില് പെയിനുമായിട്ട് വരുന്നു. അപ്പൊ അവര് പറഞ്ഞ ഹിസ്റ്ററി, 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ, കൊച്ചിയിലുള്ള ലോക്കൽ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ അവർ അപ്പൻഡിക്സ് ഇൻഫർമേഷൻ ആണ്, അപ്പൻഡിസൈറ്റിസ് എന്നുള്ള രീതിയാണ് പറയുന്നത്. അപ്പൊ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ തൽക്കാലം പെയിനും മരുന്ന് കൊടുത്തു, ഓപ്പറേഷനൊക്കെ തയ്യാറാക്കി. 3-ാം ദിവസം ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനുള്ള ആന്റിബയോട്ടിക്സും കാര്യമെല്ലാം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും പെയിൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ കണ്ടത് ചെയ്തു, ഇനി എന്താ കാര്യം എന്ന് പറയാൻ കുറച്ചുകൂടെ മേജർ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവര് എറണാകുളം സിറ്റിയിലുള്ള ഒരു മേജർ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് അവരുടെ പരിശോധനയിൽ റൈറ്റ് ഓവറൈറ്റിസ് ഉണ്ട്, സാൽഫിൻജൈറ്റിസ് ഉണ്ട്, എൻഡോമെട്രൈറ്റിസ്, ഇതൊക്കെ കേട്ട് അയ്യോ ഇതൊക്കെ ഇത്തരം സംഭവമൊക്കെ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം ഞാൻ? അതിനെ ഹിസ്റ്റെക്ടമി ചെയ്യും എന്ന് പറഞ്ഞാൽ അതേ ഇടത് വയസ്സുള്ള ഒരു ഓവറി അവിടെ വെച്ചോണ്ട് ബാക്കിയുള്ളതെല്ലാം എടുത്തു കളയും, എന്നാലേ ശരിയാവുള്ളൂ. അതിന് എത്ര പൈസ പോകുന്നു? പൈസ വലിയ തുക പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൂലിപ്പണിക്കാരാണ്, ഏതായാലും വേറെ മാർഗമൊന്നുമില്ല. ഏകദേശം എത്രയാണെന്ന് ചോദിച്ച് അവര് ആ എമൗണ്ട് നാട്ടിൽ വന്ന് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ വീട് പണയപ്പെടുത്തി ആ പൈസ ആയിട്ട് അവിടെ ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഏതാണ്ട് 8 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും അതേ സ്പോട്ടിൽ പെയിൻ വന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും, ഇനി എന്തായാലും ഞങ്ങൾക്കറിയാം, നിങ്ങൾ കുറച്ചുകൂടെ ഒന്നല്ല മെഡിക്കൽ കോളേജിൽ പോകും, അതല്ലെങ്കിൽ അതുപോലുള്ള വലിയ ആശുപത്രി പോകും. വലിയ ആശുപത്രി പോയി ഞങ്ങൾ കാശില്ല, എന്നാൽ മെഡിക്കൽ കോളേജിൽ പോകും. അപ്പൊ ഇവര് ആലോചിച്ചു മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിലും മരുന്ന് ചിലപ്പോൾ ഫ്രീ കിട്ടും, പരിശോധനയും ഫ്രീ കിട്ടി, എന്നാലും അത് മറ്റ് ചെലവുകൾ വരുമല്ലോ. ഏതായാലും തൽക്കാലം നമ്മളെ എന്ത് ചെയ്യും? അവര് ദുഃഖിച്ചിരിക്കുന്നു. ആരോ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വേറെ എന്തെങ്കിലും ആയുർവേദമോ പിന്നെ ഹോമിയോപ്പതിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നോക്കാൻ പറയും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ കഥ കേട്ടപ്പോൾ ഏതായാലും തൽക്കാലം പെയിനുള്ള മരുന്ന് കൊടുത്തിട്ട് ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് ഒരു സ്കാനിങ് സെന്റർ, അവിടെ എക്സ്റേ യൂണിറ്റ് ഒക്കെ ഉള്ളത്. ഞാൻ ഒരു സെഷൻ കൊടുത്ത ഒരു വേരിയൻ എനിമയാണ്. അപ്പൊ ഇവരൊക്കെ ഈ അൾട്രാസൗണ്ട് ഒക്കെ എടുത്തിട്ട് കണ്ണിപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം വെക്കുന്നത്. ഏതായാലും ഞാൻ നോട്ട് കൊടുത്താണ് വിട്ടത്. ഡോക്ടർ അത് നന്നായിട്ട് ചെയ്തു. റിപ്പോർട്ട് കിട്ടി ടിഫ്ലൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ സീക്കമാണ് കാരണം. അത് അവിടെ നിർത്തി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇതിന് മരുന്ന് കൊടുത്തു. അത് സുഖമായി. 6 മാസത്തിന് ശേഷം ഞാനോട് പറഞ്ഞു നിങ്ങളുടെ റെക്കോർഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക. ഞാനും ഈ എക്സ്റേ ബേരിയം എനിമ എക്സ്റേ എടുത്ത ഡോക്ടറും സാക്ഷി പറയാം, നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ. പക്ഷെ അവര് അതിന് വഴിപ്പെട്ടില്ല, പേടി. ഞങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കേസ് കൊടുക്കുക. അതിന് ഞങ്ങളുടെ കാശിൽ ഇത്രയും വലിയ ആശുപത്രിയായിട്ട് കഴിയും. അപ്പൊ നിങ്ങൾ കേസ് വഴി ആദ്യം അഡ്വക്കേറ്റിനെ കണ്ടു, അതിന്റെ പൈസ അനുവദിച്ച് കിട്ടുമ്പോൾ അങ്ങയുടെ ഫീസ് എടുത്തിട്ട് ബാക്കി പൈസ നീന്തി കിട്ടും. എന്നാലും ഞങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞു. ഞാൻ കേസ് അങ്ങനെ പോയി. ദാറ്റ് ഈസ് ടിഫ്ലൈറ്റിസ്. Then acute diabetic abdomen. അതും പഴയ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ഡയബറ്റിക് മെലിറ്റസ് ക്ലാസ് കഴിഞ്ഞുള്ളൂ. ഇത് വളരെ പഴയ കേസ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കാവുന്നതാണ് ഇത്.
ഇവിടെയും സംഭവിക്കുന്നത് ഡീജനറേഷൻ ഓഫ് വെസൽസ് ആണ്, ബ്ലഡ് വെസൽസ്. അപ്പൊ അതിന്റെ ഡീജനറേഷൻ ഓഫ് മസ്കുലർ കോട്ട് ഓഫ് ദി ഇൻഡസ്റ്റൈൻ, ഇവിടെ ഇങ്ങനെയാണ് കോളിക് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് മിക്കവാറും കാരണം വരുന്ന ഇമോഷൻ സ്ട്രെസ് ആണ്. ഇപ്പൊ ഇമോഷൻ സ്ട്രെസ് വരുമ്പോൾ ഷുഗർ ലെവൽ കൂടാനുള്ള കാരണം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ പെട്ടെന്ന് എല്ലാം കൂടി ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. അതെല്ലാം ബ്ലഡ് സ്ട്രീമിലേക്ക് വരുമ്പോൾ ഹൈ ബ്ലഡ് ഷുഗർ ആണ്. അപ്പൊ ഹൈ ബ്ലഡ് ഷുഗറിന്റെ എല്ലാ സിംറ്റവും ആ വ്യക്തിയിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പം യൂറിയ ഉണ്ടാവും, അസിഡോസിസ് ഉണ്ടാവും, പിന്നെ റെഡ്യൂസ്ഡ് പെർഫ്യൂഷൻ ഓഫ് ദ ബ്ലഡ് ഉണ്ടാകും, അതായത് ഇൻഡസ്റ്റൈനിൽ മസ്കുലർ കോട്ടിൽ. ഇതൊക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരു ഫിനോമിനയാണ് അക്യൂട്ട് അബ്ഡോമിനൽ പെയിൻ, ദാറ്റ് ഈസ് അക്യൂട്ട് ഡയബറ്റിക് അബ്ഡോമിനൽ. ദെൻ റീനൽ കോളിക്, അത് നമ്മൾ പല പ്രാവശ്യം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് സുപരിചിതമാണ്. ദെൻ പിന്നീടുള്ള അക്യൂട്ട് അബ്ഡോമൻ അല്ല അബ്ഡോമൽ പെയിൻ വരാവുന്ന ഒരു കാരണമാണ് ലെഡ് പോയിസണിങ്. ദെൻ റേഡിയേറ്റ് ചെയ്ത് വരാവുന്നത് ട്യൂബർകുലോസിസ് ഓഫ് സ്പൈൻ ടി ബി. ദെൻ ടേബിസ് ഡോസാലിസ്, പിന്നെ അബ്ഡോമിനൽ കോസ് ആണ് അനൂറിസം ഓഫ് അയോട്ട. അപ്പൊ അവിടെ പ്രഷർ സിംറ്റം ഉണ്ടാകുന്നത് അക്യൂട്ട് പെയിനും ഉണ്ടാവും. ദെൻ ലിവർ സ്പോട്ട്, നമ്മളെ ശ്രദ്ധയിൽപ്പെടാവുന്ന ഒരു സംഭവമാണ് ലിവർ സ്പോട്ട്. അതിന്റെ കാരണം നെക്രോസിസ് ഓഫ് ലിവർ. അപ്പൊ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കറേഷൻ ഉണ്ട്, നമ്മൾ മെലാസ്മ അല്ലെ ക്ലോസ്മ എന്ന് പറയുന്ന അതുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഇത് വേർതിരിച്ചെടുക്കുകയും ലിവർ സംബന്ധമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്യേണ്ടതാണ്. ദെൻ ഫാറ്റി ലിവർ, നമ്മൾ മിക്കവാറും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നതാണ്. മിക്കവാറും ആൾക്കാർ ഫാറ്റി ലിവർ, മൈൽഡ് ഫാറ്റി ലിവർ, ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ എന്നൊക്കെ പറഞ്ഞു വരും. സാധാരണ മോഡേൺ മെഡിസിൻകാരുകൊണ്ട് അത് കുഴപ്പമില്ല, കുറച്ച് നടന്നാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ അഭിപ്രായം നമ്മൾ കുറച്ചുകൂടെ അത് സീരിയസ് ആയിട്ട് എടുക്കണമെന്നും അതിന് മരുന്ന് കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് കോംപ്ലിക്കേഷൻ പിന്നീട് ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ ഒരു പ്രീ റണ്ണറായിട്ടുള്ള ഒരു സൈൻ ആയിരിക്കും പ്രീ ക്ലിനിക്കൽ ഡയബറ്റീസ്. അതിന് ഫാറ്റി ലിവർ ജനറേറ്റ് ചെയ്യാവുന്നു. അതിന് ഒബേസിറ്റി ഉള്ള ആളാണെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഫാറ്റി ലിവർ ഉണ്ടാകും. ആൽക്കഹോളിക് ആണെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാകാം. മാൽ ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാകും. ഇപ്പൊ ഇത്രയും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് സബ്സിക്വന്റ്ലി അത് സീറോസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ സ്കിന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഫേസ് മാത്രമല്ല, ബോഡിയിലെ സ്കിന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിഗ്മെന്റേഷൻസ് ഒക്കെ ഉണ്ടാകാം. ബ്രൗൺ പിഗ്മെന്റേഷൻ ഉണ്ടാകാം. അത് മോത്ത് സ്പോട്ട് തന്നെയാണോ എന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. പിന്നെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാകും, മറ്റു കാരണങ്ങൾ ഉണ്ടാകാം. ചിലപ്പം മെലാനിൻ ഡിപ്പോസിറ്റ് ആകാം, അതെല്ലാം മറ്റു കാരണങ്ങളായിരിക്കാം. പിന്നെ വൈറ്റ് പാച്ചസ് ഉണ്ടാകാം. വളരെ മൈൽഡ് ആണെങ്കിൽ അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വൈറ്റ് പാച്ചസ് മുഖത്തും ബോഡിയിലൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ. പിന്നെ വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ വൈറ്റ് പാച്ചസ്, മൈൽഡ് വൈറ്റ് പാച്ചസ് ഉണ്ടാകാം. പിന്നെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള പാച്ചസ് ആണെങ്കിൽ അത് വിറ്റിലിഗോ അതല്ലെങ്കിൽ ലൂക്കോഡെർമ. ചിലത് രണ്ടും ഒന്നാണെന്നുള്ള വിവക്ഷയിൽ വരുന്നുണ്ട്. അത് ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വിറ്റിലിഗോ എന്ന് പറയുന്നത് ശരിക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെയാണ്. പക്ഷെ ലൂക്കോഡെർമ ഓട്ടോ ഇമ്മ്യൂൺ ആകണമെന്നില്ല. ചിലപ്പോൾ ഒരു ലോക്കൽ കോസ് കൊണ്ടോ
അതല്ല താൽക്കാലികമായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ നടക്കാതെ പോകുന്നുണ്ടോ, ലോക്കലായിട്ട് വരാവുന്നതും, പ്രത്യേകിച്ച് ബേണിങ് അല്ലെ സ്കാൽഡിങ് മൂലമുണ്ടാകുന്ന ആ സ്കാറിൽ നിന്ന് അതങ്ങനെ ഉണങ്ങാതെ കിടന്നിട്ട് ആ വൈറ്റ് അതേപോലെ നിന്ന് പോവുക, അതിന്റെ പൂർണ്ണമായിട്ടും അത് വൈറ്റ് പാച്ചസ് ആയിട്ട് മാറുന്ന ഘട്ടങ്ങളുണ്ട്. അതാണ് ശരിക്കും ലൂക്കോഡെർമ. മറ്റേതല്ല, മെലാനിന്റെ പ്രൊഡക്ഷൻ തന്നെ തീർത്തും നിന്ന് പോകും. അപ്പൊ മെലാനിൻ ഡിപ്പോസിറ്റ് അല്ല പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന്റെ പ്രധാന അസംസ്കൃത വസ്തു ഒരു എസൻഷ്യൽ അമിനോ ആസിഡ് ആണ്, ചെറിൻ എന്ന് പറയുന്ന എസൻഷ്യൽ അമിനോ ആസിഡ്. അപ്പം തലാമിൻ, ഹൈപ്പോതലാമിൻ എന്നാണ് ഇതിന്റെ മെലാനിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വരുന്നത്. അപ്പൊ മെലാനോഫൈറ്റ്സ് ആണ് മെലാനിൻ ഉണ്ടാക്കുന്നത്. അതിന് അൾട്രാവയലറ്റിന്റെ സഹായം വേണം. അതിന്റെ അസംസ്കൃത പദാർത്ഥമായിട്ട് ടെറിൻ എന്നുള്ള അമിനോ ആസിഡും ശരീരത്തിൽ വേണം, എന്നുണ്ടെങ്കിലേ പ്രൊഡക്ഷൻ ഉള്ളൂ. അതിന്റെ ഡെഫിഷ്യൻസി മൂലം ആണെങ്കിൽ അത് ലൂക്കോഡെർമ ആകാം, അത് ക്യൂറബിൾ ആണ്. മറ്റത് ഓട്ടോഇമ്യൂൺ ആണ്. പിന്നെ കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് ക്യൂറിക്കാൻ. പിന്നെ ലെപ്രസി, വെള്ളക്കുഷ്ഠം എന്നൊക്കെ പറയും. ലെപ്രസിക്കും ഈ വൈറ്റ് പാച്ചസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആ ഏരിയ സെൻസിറ്റീവ് ആണോ എന്നുള്ള സെൻസിറ്റിവിറ്റി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ലൂക്കോഡെർമയാണോ ലെപ്രസി ആണോ എന്ന് വേർതിരിച്ചെടുക്കാവുന്നു. പിന്നെ ഒന്നുള്ളത് ട്യൂബറസ് സ്ക്ലീറോസിസ്, ഇതിനും വൈറ്റ് പാച്ചസ് കാണുന്നു. അതിലും ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു പേഷ്യന്റ് വന്നാൽ ഒബ്സർവ് ചെയ്യാനുള്ള സംഗതികൾ. ഇത്രയും ഇതിന്റെ പിന്നിൽ പാത്തോളജി ഉണ്ടെന്നുള്ള ഓർമ്മയോട് കൂടിയായിരിക്കണം നമ്മൾ ഓരോ പേഷ്യൻസിനെയും സമീപിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റോട് കൂടി ഞാൻ ഇന്നത്തെ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചർച്ചയ്ക്ക് ഉള്ള സമയം എടുക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദി സാറേ. ഇപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഹാൻഡ് റൈസ് ചെയ്യണേ. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ പരോട്ടിഡ് ഗ്ലാൻഡിൽ ലിംഫ് നോഡ്സ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ പരോട്ടിഡ് ഗ്ലാൻഡില് ലിംഫ് നോഡ്സ് കാണിക്കുന്നുണ്ട്. അതാ റീജിയണൽ ലിംഫ് ഗ്ലാൻഡ്സ് തന്നെയായിരിക്കണം. ഇവിടെ അതുണ്ടല്ലോ, സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്സ് ഉണ്ടല്ലോ, ലിംഫ് നോഡ്സ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പൊ ഈ സലൈവറി ഗ്ലാൻഡ് ഇൻഫ്ലമേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. അനിൽകുമാർ ഡോക്ടറാണ്. എന്തോ അനിൽകുമാർ ഡോക്ടറാണെന്ന് തോന്നുന്നില്ല. ഡോക്ടർ എന്തെങ്കിലും പറയുന്നോ? സംശയമുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യണേ. ലിവർ സ്പോട്ട് എന്ന് പറയുന്നത് സ്കിന്നിൽ കാണുന്ന ചെറിയ ചെറിയ ബ്രൗൺ ഇതല്ലേ ലിവർ സ്പോട്ട്? ചെറുതൊന്നും പറയാൻ പറ്റൂല. ബ്രൗണിഷ് ആണ്. ചെറിയ സ്പോട്ടുകളും വരും, മൗത്ത് സ്പോട്ട്. ഫേസിലുണ്ടാവും, ഈ അപ്പർ ആമിലുണ്ടാകും, ചെസ്റ്റിലുണ്ടാകും. അത് ഈ പ്രായമുള്ളവർക്ക് വരുന്നത് പ്രായം കൂടുമ്പം വരുന്നുണ്ടല്ലോ. അത് ഈ കരിമങ്ങലേന്നൊക്കെ പറയുന്നതല്ലേ? അല്ല, ദേഹത്തെല്ലാം ചെറിയ സ്പോട്ട്. സലിംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സലിംകുമാർ ഡോക്ടർ. സാറേ, ചോദ്യം നമ്പർ 1, കാർഡിയാക് കംപ്ലൈന്റും ഫ്ലാറ്റ്ലൻഡ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിനും തിരിച്ചറിയാൻ വല്ല വഴിയുണ്ടോ? ഒരു പേഷ്യന്റ് നമ്മൾ മുമ്പിൽ വന്നാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടാപ്പ് ചെയ്ത് നോക്കാം, പാൽപേറ്റ് ചെയ്ത് നോക്കാം, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും, അബ്ഡോമൻ ഡിസ്റ്റൻഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ അടുത്തത് നമ്മൾ സ്റ്റെപ്പ് വെച്ച് ഹാർട്ട് ബീറ്റ് മർമറുണ്ടോ, ബീറ്റിന് ഇറഗുലാരിറ്റി ഉണ്ടോ, സ്പീഡ് കൂടുതലുണ്ടോ, സ്പീഡ് കുറവുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക്
അറിയാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം നോർമൽ ആണ്, മർമറൊന്നുമില്ല, ബീറ്റ് ഓക്കെയാണ്. ബീറ്റ് അനുസരിച്ച് പൾസും കിട്ടുന്നുണ്ട് എങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ഒന്നുമില്ല. അത് അങ്ങനെ ഉറപ്പിക്കാമോ? തീർച്ചയായിട്ടും. അല്ല അപ്പൊ സാറേ, ഞാൻ അബ്ഡോമൻ ഡിസ്റ്റൻഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ പിന്നെ ഇങ്ങനെ തളയിൽ വരുമല്ലോ. അല്ല അതൊരു ആപ്ലിക്കേഷൻ ലെവൽ എത്രത്തോളം ചെയ്യാനാവുമെന്ന് ചോദിച്ചാൽ, പ്രാക്ടിക്കലി നമുക്ക് അത്ര ഇതാണോ? പിന്നെ ECG-യിലൊന്നും ഇത് അറിയാൻ പറ്റില്ല. അല്ല ECG വെച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും കാർഡിയോളജിസ്റ്റ്, ഒരു ആസ്ട്രേലിയക്കാരൻ, അയാൾ പറയുന്നത് നിങ്ങൾക്കൊരു നെഞ്ചുവേദന വരുമ്പോ അത് ഫ്ലാറ്റ്ലൻഡ് ആണോ മറ്റേ ചെസ്റ്റ് ഹാർട്ടിന്റെ ആണോ എന്ന് നമ്മുടെ അടുത്ത് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ എക്സാം ചെയ്യണമല്ലോ. തീരുമാനിക്കാൻ നിൽക്കരുത്. അത് ആദ്യം ഡോക്ടർ ചെക്ക് വെച്ച് ഹാർട്ട് ബീറ്റ് അല്ലേ നമ്മൾ നോക്കേണ്ടത്. അതെ അതെ. അപ്പൊ ഹാർട്ട് ബീറ്റിന് അവിടെ അബ്നോർമാലിറ്റി ഉണ്ടോ, വേരിയേഷൻ ഉണ്ടോ, മർമർ ഉണ്ടോ, പിന്നെ അതിന്റെ ബീറ്റിന് ഇറഗുലാരിറ്റി ഉണ്ടോ, ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഹാർട്ട് കുഴപ്പമില്ലല്ലോ. അല്ല ഞാൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ എടുത്ത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ നിങ്ങൾ കൺഫേം ചെയ്യാൻ നിൽക്കരുത്, ഉള്ള നേരത്തെ ആശുപത്രി പോയിട്ട് ബാക്കി ഇത് ചെയ്യുക പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ലെഫ്റ്റ് അബ്ഡോമിന്റെ ലെഫ്റ്റ് ഇലിയാക് ഏരിയ അല്ലെങ്കിൽ മറ്റേ ഹൈപ്പോ ഗാസ്ട്രിയ ആ ഏരിയയിലൊക്കെ വരുന്ന പെയിൻ എന്താണ് കാരണം? അങ്ങനെ ആ ഭാഗത്ത് പെയിൻ വരുന്നത് അവിടെ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയ ഓർഗൻ അതെന്താണ് അവിടെ പെയിൻ വരുന്നത്? സിഗ്മോയിഡ് കോളൻ ആണല്ലോ ഏറ്റവും കൂടുതൽ പാത്തോളജി വരുന്നത്. സിഗ്മോയിഡ് കോളനിലാണ്. അതായത് പിന്നെ പോളിപ്പസ്, ഡൈവർട്ടിക്കുലം, പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ ആണ്. പക്ഷെ ഇതിനൊക്കെ പലപ്പോഴും ഫുഡുമായിട്ട് ഒന്നും റിലേഷൻ ഇല്ലാതെയാണ് പലപ്പോഴും പെയിൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വന്നത്. കോളനായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള കേസിൽ വയറ്റിൽ പോയി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ആശ്വാസം പറ്റും, അങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലേ? അതിന്റെ സാധ്യതയാണ്. ലെഫ്റ്റ് ഇലിയാക് ഏരിയയിൽ വരാവുന്നത് ഏറ്റവും കൂടുതൽ പാത്തോളജി കാണുന്നത് ഈ സിഗ്മോയിഡ് കോളനിലാണ്. അതേ പറഞ്ഞോളൂ. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ സാൽഫൻജൈറ്റിസ്, ഓവറൈറ്റിസ് ഒക്കെ കൂടി കണക്കിലെടുക്കണം. റീജണൽ അഡിനൈറ്റിസ്, ഇത്രയും കാര്യങ്ങൾ കണക്കിലെടുക്കണം. പിന്നെ ഇത് ഫീമറൽ ഹെർണിയ, ഇൻഗ്വിനൽ ഹെർണിയ, ഇതൊക്കെ മിസെൻട്രിക് ലിംഫഡൈറ്റിസ് ഒക്കെ പറഞ്ഞ അതിന്റെ പോസിബിലിറ്റി ഉണ്ടോ ആ ഏരിയയിൽ? മിസെൻട്രിക് ലിംഫഡൈറ്റിസ്, മെസെൻട്രിക് ലിംഫഡൈറ്റിസ് പറഞ്ഞിട്ട് ആ അവസ്ഥ വരുമോ? തീർച്ചയായിട്ടും വരുമല്ലോ, സംഭവിക്കാമല്ലോ. പക്ഷെ അത് സ്പ്രെഡ് ചെയ്തേ വരുള്ളൂ. അബ്ഡോമൻ മൊത്തം മെസൻട്രി വിധേയമാവും. ഈ ലെഫ്റ്റ് ഏരിയയിലാണ് അത്. രണ്ട് മൂന്ന് ആൾക്കാരെ കാണാൻ പറ്റി. എനിക്ക് പെട്ടെന്ന് ഒരു എത്താൻ പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഇത് സിഗ്മോയിഡ് കോളനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതല്ല ലേഡി ആണെങ്കിൽ അതോടെ കണക്കാക്കണം. അതായത് റീജണൽ ലിംഫോഡൈനൈറ്റിസ്, ഓവറൈറ്റിസ്, സാൽഫൻജൈറ്റിസ്. സ്പ്ലീന്റെ അവിടെ വരത്തില്ലേ ഡോക്ടർ? സ്പ്ലീന്റെ എന്തെങ്കിലും ഉണ്ടല്ലേ? ലെഫ്റ്റിൽ വരത്തില്ലേ? അത് അപ്പർ ചെസ്റ്റല്ലേ, ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയം അല്ലേ. ഇത് ഇലിയാക് ഏരിയ ആണല്ലോ പറയുന്നത്. ഇലിയാക്കും ഹൈപ്പോഗാസ്ട്രിയ ആ ഏരിയയും കൊണ്ടാണ്. ആ ഏരിയയിൽ വരുന്ന സിസ്റ്റിക്, പോളിസിസ്റ്റിക് പാങ്ക്രിയാറ്റൈറ്റിസ്, പിന്നെ സ്പ്ലെനിക് എൻഗോറിയമെന്റ്, ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ വരാം. പാൻക്രിയാറ്റൈറ്റിസ് ഇപ്പൊ പലയിടത്തും കിട്ടിയിരുന്നു. ഇത് വന്നോ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ ഡെങ്കിപ്പനി വന്നവർ അതിലെ ഒരു ടെസ്റ്റ് നടത്തിയാൽ പലപ്പോഴും കൺഫർമേഷൻ ചെയ്യാൻ പറ്റും. സീറം അമൈലേസ്, അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയാൽ കുറെ കൺഫേം ചെയ്യാൻ പറ്റും. ബാക്കി സ്കാനിങ്ങിലൊന്നും ഒന്നും കിട്ടാത്തത് സീറം അമൈലേസ് ചെയ്യുമ്പോൾ അതായിരിക്കും. അതാ. ഓക്കെ സാർ, താങ്ക് യു. നന്ദി സലീം കുമാർ. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ സാറിനോട്? സാറേ, എനിക്കൊരു സംശയം. മെലാനിന്റെ പ്രൊഡക്ഷന്റെ സാർ എന്ന് പറഞ്ഞില്ലേ, എസെൻഷ്യൽ അമിനോ ആസിഡ് ഹൈപ്പോതലാമസ്
ഇവിടെ ഒന്ന് ടെറിൻ എന്ന് വിവരിച്ച്. പറയുന്ന അമിനോ ആസിഡ്, എസെൻഷ്യൽ അമിനോ ആസിഡ്. അത് എങ്ങനെയാണ് ഹൈപ്പോതലാമസിൽ? മെലാനിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് ദി മെലാനോഫൈറ്റ്സ്. മെലാനോഫൈറ്റ്സ് എന്ന ഒരു ഗ്രൂപ്പ് സെല്ലുകളാണ് മെലാനിൻ ഉത്പാദിപ്പിക്കുന്നത്. ആ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം അതിന്റെ അസംസ്കൃത പദാർത്ഥമാണ് ടെറിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. അൾട്രാവയലറ്റിന്റെ സഹായത്തോടു കൂടി ഇത് മെലാനിനായിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആയോ? ഏകദേശം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിലും ഇടാം. ഇനി നമുക്ക് സമയം കുറവാണ്, 7 മിനിറ്റേ ഉള്ളൂ. അവസാനം എല്ലാവരുടെ ചോദിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടാതെ വരും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാം. ഗീതമാഡം എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നോ? അങ്ങനെയാണ് സാറേ. എനിക്കൊരു ചോദ്യമുണ്ട് സാറേ. ഈ കരുനാക്കിന്റെ പതോളജി എന്താണ്? കരുനാക്കിന്റെ സാറ് പറഞ്ഞില്ല നോർമൽ. ഇപ്പൊ എനിക്കൊരു പേഷ്യന്റ് വരുന്നുണ്ട്, കരുനാക്ക് കൂടി വരുന്നുണ്ട്, പുറകിലോട്ട് ആദ്യം വന്നതിനേക്കാൾ കൂടുന്നുണ്ട്. ഞാൻ അത് പറഞ്ഞ മാത്രമല്ല, ശരിക്കുള്ള മറ്റു പ്രോബ്ലംസ് ഇതിന്റെ പിന്നിൽ പാത്തോളജി ഒന്നും ഇല്ല എങ്കിൽ സെപ്പിയ ട്രൈ ചെയ്യാം. സെപ്റ്റിയാണല്ലേ? പക്ഷെ അവർക്ക് അത് മാത്രമല്ല, കവിളില് 2 സൈഡിലും ഒരു വൈറ്റ് പാച്ചസ് ഉണ്ട്. അത് ജോഗ്രഫിക്കൽ ഇതായിട്ട് വരും, അതുപോലെ പാച്ചസ് ഉണ്ട്. അപ്പൊ അവരുടെ അപ്പൂപ്പന് വായില് ക്യാൻസർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ്. ഇങ്ങനെ പാച്ചസ് ഉണ്ട്. കാർസിനോസിൻ ഹൈപ്പോട്ടൻഷൻ, ഫിയർ ഓഫ് ക്യാൻസർ കാർസിനോസിൻ തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ അന്നേരം ഈ ഇങ്ങനെ നിറം മാത്രം വെള്ള നിറത്തി കാണുന്നത് കൊണ്ട്. അതല്ല, ഞാൻ അവരുടെ മെന്റൽ സിംറ്റം വെച്ച് പറഞ്ഞതാണ്. ഭയങ്കര പേടിയാന്ന് പറഞ്ഞില്ലേ? ഭയങ്കര പേടിയാ. അവരങ്ങ് ജീവിതം തന്നെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇതിനെ കുറിച്ച് പോയിട്ട്. കാർസിനോസിൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ക്യാൻസർ ഉറപ്പായിട്ടും വന്നിരിക്കും. കൊടുത്തില്ലെങ്കിൽ വരും. കാരണം ഇതിന്റെ മനസ്സിലാണല്ലോ ആദ്യം രോഗം ഉടലെടുക്കുന്നത്. ഉറപ്പായിട്ടും വരും. എങ്ങനെ സലീംകുമാർ ഡോക്ടർ പറഞ്ഞ എങ്ങനെ? കൊടുത്തില്ലെങ്കിൽ, കാർസിനോസിൻ കൊടുത്തില്ല എങ്കിൽ അവർക്ക് ക്യാൻസർ ഉറപ്പായിട്ടും വന്നിരിക്കും. അവര് അത് ക്യാൻസർ പ്രതീക്ഷിക്കണം. അവര് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ എനിക്ക് മരണമെന്ന് ആഗ്രഹിക്കുക. അപ്പൊ നമ്മള് ഒരു ഡോസ് നടത്തി കൊടുക്കും, ശരീരം നടത്തി കൊടുക്കും. അവരുടെ ആഗ്രഹം പോലെ അവര് മനസ്സിൽ വരുന്ന ക്യാൻസർ ആണല്ലോ, അത് ശരീരം നടത്തി കൊടുക്കും. കാര്യം അത്രയ്ക്ക് അവർ പേടിക്കുന്നുണ്ട്. പേടിക്കണമെങ്കിൽ പ്രകൃതി നടത്തി കൊടുക്കണം. അവരുടെ മനസ്സിൽ വരുന്നതാ. മനസ്സിൽ എന്ത് ഇമേജാണോ വരുന്നത് അതാണ് നടത്തി കൊടുക്കണേ. പണ്ട് മുനിമാരൊക്കെ പറയുന്നല്ലേ, തഥാസ്തു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കും. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ബ്ലാക്കിഷ് ഓർ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് നെയിൽസ് റീസൺ. ബ്ലാക്കിഷ് ഓർ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് നെയിൽസ്. ആദ്യം അവരുടെ മൈൻഡാണല്ലോ ശരിയാക്കേണ്ടത്. ബാക്കിയുള്ള അവിടെ നിൽക്കട്ടെ. അത് ചിലപ്പോ അതിന്റെ പുറകെ പൊക്കോളൂ. ഏതായാലും ഞാൻ കൊടുക്കാൻ സാറേ. അത് ഞാൻ എനിക്ക് വല്ലാതൊരു പണ്ടേ കൊടുക്കേണ്ടത്. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് സാറേ. ബ്ലാക്കിഷ് ഓർ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് നെയിൽ റീസൺ എന്നാണ്? നെയിൽ അതെ. അപ്പൊ സംഭവിക്കാവുന്ന ബ്ലഡ് സപ്ലൈയുടെ തന്നെയാണല്ലോ. അതാണോ വേറെ എന്തെങ്കിലും പിഗ്മെന്റേഷൻ ആണോ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യണം. അപ്പം ബ്ലഡിന്റെ ഫ്ലോ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നെയിൽ ബെഡിലൊക്കെ അങ്ങനെ സംഭവിക്കാവുന്നതാണ്. പിന്നെ അത് കാലക്രമേണ ക്ലബ് ഫിംഗേഴ്സ് ആയിട്ട് മാറും.
ഇതില് സാറേ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. നമ്മള് ഈ കൊറിയ, മലേഷ്യ അങ്ങനെ തൈവാൻ ഏരിയയിലൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് വേറെ ഉണ്ട്. നമ്മൾ പലതിനും പേര് ഓർക്കണില്ല. അതിലൊരെണ്ണത്തിൽ പറയുന്നുണ്ട് സാറേ, ഈ നെയിൽ നമ്മൾ കളർ ഇടുമല്ലോ, ആ എന്താ പറയാ, അതില് ബി ബ്ലൂടെക്സ് 3 ബി ഉണ്ടല്ലോ, അല്ല ബ്ലൂ, ബ്ലാക്ക്, ബ്രൗൺ, ഈ 3 കളറുകൾ നെയിലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീക്ക്നെസ് കൂടുമെന്നാ പറയുന്നത്. ബോഡി ക്ഷീണം കൂടുതലായിരിക്കും, ആ എനർജി കുറയുമെന്ന് പറയുന്നുണ്ട്. ബ്ലൂ, ബ്ലാക്ക്, ബ്രൗൺ, ആ എല്ലാം ബി. എല്ലാം ബി ആണെന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയതാ. അങ്ങനെയുള്ളതുള്ളത് 3 കളറേ പറയുന്നുള്ളൂ, ആ, അങ്ങനെ അവർ പറയുന്നുണ്ട്. ആ ആ. നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടർ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിക്കാം. എന്തോടോ ഡോക്ടറെ, എനിക്ക് നേരത്തെ ഡോക്ടർ ഫാരിഞ്ചൈറ്റിസിന്റെ കഥ പറഞ്ഞല്ലോ. അപ്പൊ ഫാരിഞ്ചൈറ്റിസിന്റെ ഇതിന് നമുക്ക് ഏതൊക്കെ ഡ്രഗ്സ് ആണ് ചിന്തിക്കാനുള്ളത്? സിവിയർ കഫാണ് അതിൻ്റെ കൂടെ ഇപ്പൊ ഒരു 5 മിനിറ്റിനിടയ്ക്ക് ഒരു 5 പ്രാവശ്യം ചുമയ്ക്കും. ചുമയെന്ന് പറഞ്ഞാൽ ചുമ, കഫം ഇപ്പൊ കാണുന്നില്ല, ചുമയാണ് കാണുന്നത്. പിന്നെ കഫം ചില സമയം പറയും നെഞ്ചിനകത്ത് കഫമുണ്ട് സാറേ, കഫം വെളി വരണില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഫാരിഞ്ചൈറ്റിസിന്റെ ആ ഒരു സിംറ്റംസ് ആണ് കാണുന്നത്. അതിന് നമുക്ക് ഏതൊക്കെ ഡ്രഗ്സ് ചിന്തിക്കാം? ഫാരിഞ്ചൽ കഫിന് വരുന്നത് സ്റ്റിക്റ്റ, സ്പോഞ്ചിയ. ആ ആ ഏത് പൊട്ടൻസി കൊടുക്കാം ഡോക്ടറെ? അപ്പൊ അതാണ് കൊടുക്കാൻ ചെറുതിൽ മുതൽ തുടങ്ങുക. ആള് എന്ത് പ്രായമുള്ളതാണ്? ആള് ഒരു 40 വയസ്സ് വരും. അപ്പൊ 40 വയസ്സുള്ള ഒരു പുരുഷനാണ്. 3x തുടങ്ങാം. എന്തേ? 3x തുടങ്ങാം. ഓക്കെ. സാറേ, ഈ തൊണ്ട കുത്തിച്ചുമ എന്ന് പറയുന്നത് ഫാരിഞ്ചൈറ്റിസ് ഉണ്ടായിരിക്കും. ചുമയെ കുറിച്ച് പറയുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഇറിറ്റൻ കഫുണ്ട്, ഇൻഫ്ലമേറ്ററി കഫുണ്ട്, ഇൻഫെക്ഷ്യസ് കഫുണ്ട്, ഇൻഫിൽട്രേഷൻ മൂലം ഉണ്ടാകുന്ന കഫുണ്ട്, റിഫ്ലക്സ് കഫുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അത് ഏത് കഫാണെന്നാണ് നിർണ്ണയിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്, മെഡിസിനിലേക്ക് പോകുന്നത്. ഹലോ ഹലോ സാറിന് നീ കൂടെ പറയണേ. ഹലോ, ആ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ, സെക്കൻഡ്. അത് ഡോക്ടറെ, ഈ ഫയറിഞ്ചൈറ്റിസിന് വൈദ്യ കൊടുക്കുക. വൈദ്യ ഇസ് ദ സ്പെസിഫിക് മെഡിസിൻ ഫോർ ഫയറിഞ്ചൈറ്റിസ്. ഫാരിഞ്ചൈറ്റിസ് ഒരു അലർജിക്ക് മെഡിസിൻ കൂടി, ആന്റി അലർജി കൂടിയാണ്. അതായത് മുഖം ഒന്ന് തൊട്ടാൽ തുമ്മൽ വരും. മുഖം ഇങ്ങനെ തൊട്ടുപോയ തുമ്മൽ വരുന്നതാണ് വൈദ്യ. പക്ഷെ ഈ സ്പോഞ്ചിയ പോലെയോ സ്റ്റിക്റ്റ പോലെയോ പിന്നെ ബർവാസ്കം പോലെയുള്ള ഭീമൻ ചുമയൊന്നുമില്ല. ഈ സ്പോഞ്ചിയയുടെ ഡോക്ടറെ എപ്പോഴും വേർതിരിക്കുന്നത് അതിന്റെ ആ ശബ്ദം കൊണ്ടാണ്. സ്പോഞ്ചിയ അറിയാം, ആ ശബ്ദത്തിലാണ് നമ്മൾ സ്പോഞ്ചിയ ഡിഫറൻഷിയേറ്റ്. അതായത് ഈ പത്തോളജിയിലെ ബോറിക്കിലാണ് ഈ ഫയറിഞ്ചൈറ്റിസിന് വൈദ്യ പ്രത്യേകം പറയുന്നത്. പിന്നെ ഈ കുത്തി ചുമയ്ക്ക് റൂമെക്സ് ആണ് ഏറ്റവും നല്ലത്, നല്ല മെഡിസിൻ ആണ്. പിന്നെ ഈ വേറൊരു കാര്യമുണ്ട്, ഈ കഫമുള്ള കുത്തിച്ചുമയാണെങ്കിൽ റൂമെക്സ് ഓക്കെ, കഫ ഇല്ലാതെ കുത്തിച്ചുമയാണെങ്കിൽ അയോസിയാമസ് ആണ് കൊടുക്കുന്നത്. അയോസിയാമസ് വരണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ആ യൂള ഹാങ് ചെയ്യണം. യൂള ഹാങ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ മസിൽസ് റിലാക്സ് ചെയ്യുകയും ഈ യൂള ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അവിടെ ടച്ച് ചെയ്യുമ്പോ ആ ചുമ ഇങ്ങനെ വരും. ഒരു ഇരിക്കൻ കഫ് ഉണ്ടാവും. അതിന് കുറച്ചുകൂടെ സൂപ്പർ കാലിബൈക്കാണ്. കാലിബൈക്കിന്റെ ചുമ എന്ന് പറഞ്ഞാല്, കാലിബൈക്കിന് നമ്മൾ ചുമച്ച് അതിലെ സ്ഫൂട്ടം ഒരിക്കലും പറഞ്ഞു വരത്തില്ല, ഇങ്ങനെ സ്ട്രിങ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് കാലിബൈക്ക്. കാലിബൈക്കിന് സാറ് ജെയിംസ് പോൾ സാറ് പറഞ്ഞത് എന്തായിരുന്നു? ഈ കാലിബൈക്കിന് ഈ ഹൈപ്പർട്രോഫി ഓഫ് ഊല which irritates the horse. സ്പോഞ്ചിയ കഫിന്റെ പ്രത്യേകത തന്നെ മധുരം കഴിച്ചാൽ കൂടും. അഗ്രവേഷൻ സ്വീറ്റ്സ്. സ്പോഞ്ചിയ അത് ക്രേവിംഗ് അല്ലേ?
എന്തായാലും അത്രയും നല്ല അറിവ് നമുക്ക് വീണ്ടും കിട്ടി. ശബ്ദോടൊപ്പ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ വെയിറ്റ് ചെയ്യണോ പറ്റിയ അല്ലേ ഡോക്ടറെ? ഇതോ ശബ്ദമുടപ്പ് കൂടെ ഒക്കെ ആണെങ്കിൽ ശബ്ദം നേരത്തെ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ വെയിറ്റ് ചെയ്യാണ് ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? ശബ്ദോടൊപ്പം കൂടെ ഉണ്ട്. അതെ 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 അതെ. ആ ഹോഴ്സനസ് അതാണ് ഉദ്ദേശിച്ചത്. അതെ 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 അതെ. hoarseness. ഹോഴ്സനസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റിക്റ്റാ. ആ ആ ആ. നെഞ്ചടച്ചുള്ള ഒച്ച അടച്ചുള്ള ചുമ. ആ ആ ആ. നമുക്ക് സമയം 10:34 സാറിനൊരു നന്ദി കൂടെ പറയാം. ജയചന്ദ്രൻ ഡോക്ടർ ഒരു നന്ദി കൂടെ പറയാം. അത് മറിക്കുട്ടി ഡോക്ടർ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പിന്നെ ഇന്നിപ്പോ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് അതിൻ്റെ ഒരു തിയോളജിയൊക്കെ വെച്ച് തന്നെ അതിൻ്റെ പേരും അതിൻ്റെ മീനിങ്ങും ഒക്കെ വെച്ച് നല്ല രീതിയിൽ നമുക്ക് ഒരു ക്ലാസ് തന്ന നമ്മുടെ ഡോക്ടർക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സന്തോഷവും അറിയിച്ചു കൊള്ളുന്നു. ഡോക്ടർ വീണ്ടും വീണ്ടും വരണമെന്നുള്ള ആഗ്രഹത്തോടെ അങ്ങക്ക് ഗുഡ് നൈറ്റ് പറയുന്നു. നന്ദി ജയചന്ദ്രൻ ഡോക്ടറെ. എന്തായാലും നമുക്ക് നല്ലൊരു ക്ലാസ്സാണ് ലഭിച്ചത്. വളരെ പ്രയോജനമുള്ള ക്ലാസ്സാണ് നമുക്ക് ലഭിച്ചത്. ഇങ്ങനെയുള്ള നല്ല ക്ലാസ്സുകളുമായിട്ട് വീണ്ടും ഡോക്ടർ ഞങ്ങളോടൊപ്പം എത്തണം. ഇന്നത്തെ ഈ ക്ലാസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്ത സലീം കുമാർ ഡോക്ടർ, ഹരിഹരൻ സാറ്, ജയചന്ദ്രൻ ഡോക്ടർ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1490 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.